ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ക്രിയേഷൻസിൽ ഇന്ന് നമ്മുടെ മൊബൈലിൻ്റെ ടച്ച് സ്ക്രീനിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസുകൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ടച്ച് സ്ക്രീനിൽ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ളതും ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ളതുമായ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാകാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ടച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരിക, ടച്ച് റെസ്പോണ്ട് ചെയ്യാതെ വരിക, ഹാർഡ് ടച്ച് ചെയ്യേണ്ടി വരിക, ടച്ച് ഹാങ് ആവുക, ഗോസ്റ്റ് ടച്ച് സംഭവിക്കുക, അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ്സിലുണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, കളറിലുണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ തുടങ്ങിയ പ്രോബ്ലംസുകൾ നമ്മുടെ ഫോണിൻ്റെ ടച്ച് സ്ക്രീനുമായി ബന്ധപ്പെട്ട് സംഭവിക്കാറുണ്ട്. ഇത്തരം പ്രോബ്ലംസുകൾ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ളതും വരാം, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ളതും വരാം. ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഷോപ്പിൽ തന്നെ കൊടുത്ത് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. മൊബൈലിൻ്റെ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ പിക്സൽ സംബന്ധമായിട്ടുള്ളതോ ആയ പ്രോബ്ലംസുകൾ കൊണ്ടാണ് നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത് എങ്കിൽ അത്തരം പ്രോബ്ലംസുകൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ റിപ്പയർ ചെയ്യാൻ സാധിക്കും. മൊബൈൽ സ്ക്രീനിൻ്റെ ഇത്തരം പ്രോബ്ലംസുകൾ നേരത്തെ പറഞ്ഞിട്ടുള്ള, അതായത് ടച്ച് കറക്റ്റായിട്ട് വർക്ക് ആകാതെ വരുന്ന ഇത്തരം പ്രോബ്ലംസുകൾ കൂടുതലും ഉണ്ടാകുന്നത് സ്ക്രീനിൻ്റെ പിക്സലുമായി ബന്ധപ്പെട്ടിട്ടാണ്. സ്ക്രീനിൻ്റെ പിക്സൽ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, പിക്സൽ ഡെഡ് ആവുക, അല്ലെന്നുണ്ടെങ്കിൽ പിക്സൽ ഡെഡ് കണ്ടീഷനിലേക്ക് പോകുമ്പോഴോ ആണ് ഈ പ്രോബ്ലംസുകൾ കൂടുതലും ഉണ്ടാകാറുള്ളത്. നിങ്ങളുടെ ഫോണിലും ടച്ച് സ്ക്രീനുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രോബ്ലംസുകൾ ഉണ്ട് എങ്കിൽ സോഫ്റ്റ്വെയർ റിപ്പയർ ചെയ്യുകയും ഡെഡ് പിക്സലുകൾ റിപ്പയർ ചെയ്യുകയും പിക്സലുകൾ കാലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 90% പ്രോബ്ലംസുകളും ടച്ച് സ്ക്രീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 90% പ്രോബ്ലംസുകളും സോൾവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് സ്ക്രീനുമായി ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസുകളും പിക്സലിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസുകളും പിക്സൽ കാലിബ്രേറ്റ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ടച്ച് സ്ക്രീൻ ഡെഡ് പിക്സൽ റിപ്പയർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. 4.3 റേറ്റിംഗുള്ള ഈ ആപ്ലിക്കേഷന് 100,000 ഡൗൺലോഡിങ്ങും ഉണ്ട്. നല്ലൊരു റിവ്യൂ തന്നെ ഈ ആപ്ലിക്കേഷന് ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ സെറ്റിങ്സ് എന്താണെന്നുള്ളതും ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനായിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നിങ്ങളും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. 1 MB മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് എന്ന് പറയുന്നത്. വളരെ ലോ MB സൈസുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നല്ലൊരു ആപ്ലിക്കേഷൻ. നമ്മുടെ ഫോണിൻ്റെ ടച്ച് സ്ക്രീനുമായി ബന്ധപ്പെട്ട് ഉള്ള പല പ്രോബ്ലംസുകളും റിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നൽകുന്നത്. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് മാത്രമായിരിക്കും ലഭിക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഒരുപാട് പിക്സലുകൾ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ചതുരക്കട്ടകളോടുകൂടി ഒരുപാട് പിക്സലുകൾ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, അതിൽ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതിയാവും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മുകളിൽ നിന്നും ഒരു റെഡ് ചിഹ്നത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചിഹ്നത്തിലായിരിക്കും ആ പിക്സലുകൾ റിപ്പയർ ചെയ്ത് പോകുന്നത്. എവിടെയെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും പിക്സലിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റെഡ് ചിഹ്നത്തിൽ വന്നിട്ട് അത് അവിടെ റിപ്പയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പിക്സലിൽ പ്രോബ്ലം ഇല്ലാത്ത പിക്സലുകൾ ഇതുപോലെ നല്ല സ്പീഡായിട്ട് ഗ്രീൻ ലൈറ്റ് വളരെ സ്പീഡായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതെങ്കിലും പിക്സൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊരു റെഡ് ചിഹ്നത്തിൽ കാണിക്കുകയും അവിടെ കുറച്ച് റിപ്പയർ ചെയ്യുന്നതിനായിട്ട് കുറച്ച് സമയം എടുക്കുകയും ചെയ്യും. നിങ്ങളുടെ ഫോണിൻ്റെ പിക്സലിൽ കൂടുതൽ പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യുന്നതിനായിട്ട് കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ഷമാപൂർവ്വം കാത്തിരിക്കുക, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷനിലേക്ക് കടക്കുകയും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഡെഡ് പിക്സലുകളെല്ലാം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സക്സസ് എന്നുള്ള റിസൾട്ടാണ് എനിക്കിവിടെ വന്നിട്ടുള്ളത്. ആൾ ദ ഡെഡ് പിക്സൽ ഹാവ് ബീൻ ഫിക്സഡ് സക്സസ്ഫുള്ളി. അതായത് എൻ്റെ ഫോണിലുണ്ടാകുന്ന ഡെഡ് പിക്സലുകളെല്ലാം റിപ്പയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്ലീസ് റീസ്റ്റാർട്ട് യുവർ ഡിവൈസ്. അതായത് നിങ്ങളുടെ ഫോൺ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിലുള്ള ഡെഡ് പിക്സലുകളെല്ലാം റിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 2-3 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ ഡെഡ് പിക്സലുകൾ റിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് സംബന്ധമായ പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യുന്നതിനും ടച്ച് സംബന്ധമായ പ്രോബ്ലംസുകൾ നിങ്ങളുടെ ഫോണിൽ വരാതിരിക്കാനും വളരെയേറെ പ്രയോജനപ്രദമാകും. നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ റെഡ് സിഗ്നലും ഇല്ലാതെ ഗ്രീൻ ഓപ്ഷനിൽ തന്നെ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യുകയും റിപ്പയറിംഗ് നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ഫോണിൽ ഡെഡ് പിക്സലുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം സ്പീഡായിട്ട് തന്നെ സ്കാനിങ് നടക്കുകയും പിക്സൽ റിപ്പയറിംഗ് നടക്കുകയും ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിലുണ്ടാകുന്ന സകലമായ അതായത് സോഫ്റ്റ്വെയർ സംബന്ധമായതും അല്ലാതെങ്കിൽ പിക്ചർ സംബന്ധമായിട്ടുള്ളതുമായ പല പ്രോബ്ലംസുകളും സോൾവ് ചെയ്യാൻ സാധിക്കും. ഹാർഡ്വെയർ സംബന്ധമായ പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കില്ല. അതിനുവേണ്ടി നിങ്ങൾ ഷോപ്പിൽ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടെക് ടീംസ്.